ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു GS പേപ്പർ 1? സാറേ, GS പേപ്പർ 1 നമ്മൾ പ്രതീക്ഷിച്ച അത്രയ്ക്കും നമ്മളെ കോംപ്ലിക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഹിസ്റ്ററി, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ക്വസ്റ്റ്യൻസ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അനലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് ഫോർ റീകൺസ്ട്രക്ഷൻ മൗര്യൻ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. അപ്പൊ മൗര്യൻ ഹിസ്റ്ററിക്ക് മേജർ എഡിക്സ്, മൈനർ എഡിക്സ്, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ റിലവൻസ് ആണ് ചോദിച്ചേക്കുന്നത്. പ്രിലിംസിന് നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു ഏരിയ, പഠിക്കേണ്ട ഏരിയ ആണ്. മേജർ എഡിക്സ്, മൈനർ എഡിക്സ് ഒക്കെ നമ്മൾ പില്ലർ എഡിക്സ് ഒക്കെ പഠിക്കുന്നതാണ്. റോക്ക്, കേവ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ അത് എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അത് അനലൈസ് എന്നാണ് കീവേഡ് കൊടുത്തേക്കുന്നത്, ഡയറക്റ്റീവ് അതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് മോസ്റ്റ് ഓഫ് ദീസ് ഒരു ഡീസന്റ് പ്രിപ്പറേഷൻ ഉള്ള ആളുകൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ അടുത്തത് ഇമ്പാക്ട് ഓഫ് മെക്കലെ മിനിറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷനിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലും എന്ത് മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് രീതിക്കും അതൊരു തീം വരാൻ ഇപ്പൊ എന്തെങ്കിലും ഗവർണർ ജനറലിന്റെ പോളിസീസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരുടെ എന്തെങ്കിലും ഒരു പോസ്റ്റിലുള്ള ആളുടെ പോളിസീസ് പൊതുവെ ചോദിക്കാറുണ്ട്. ഉണ്ട് പോളിസീസ് എന്ന് ചോദിക്കാറുണ്ട്, വൈസ് റോയ്സ് എന്ന് ചോദിക്കാറുണ്ട്, പോളിസീസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന മെക്കലെ മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഓറിയന്റലിസ്റ്റിക് ആംഗ്ലിസിസ്റ്റ് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം വിദ്യാഭ്യാസത്തിന്, നമുക്ക് എങ്ങനെയായിരിക്കും, ഇംഗ്ലീഷ് ആണോ വെർണാക്കുലർ ആണോ എന്നുള്ളത്. അപ്പൊ അത് സെറ്റിൽ ചെയ്തത് ലോർഡ് മെക്കലേന്റെ മിനിറ്റ്സ് ആണ്. അത് 1835 അത് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു കോൺസെപ്റ്റ്, അതിനെ ബാക്ക് ചെയ്തുകൊണ്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്, അതിന്റെ ഇമ്പാക്ട്. അപ്പൊ അതും കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്, അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, സോ അത്ര റയർ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ല. ആൻഡ് തേർഡ് വൺ ചോദിക്കുന്നത് ഗാന്ധിയൻ മൂവ്മെന്റ്സ് ആണ്. അപ്പൊ ഗാന്ധിയൻ മൂവ്മെന്റ്സ് അതേപോലെ തന്നെ അത് എത്രത്തോളം മാസസിനെ മൊബിലൈസ് ചെയ്യാനായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഗാന്ധിയുടെ മാസ് മൂവ്മെന്റ്സിനാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഗാന്ധിയുടെ മാസ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അതേപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻസ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇപ്പൊ ഇതാണ് 3 മേജർ മാസ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതും കമ്പാരിറ്റീവ്ലി. ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഫുജിവാര എഫക്റ്റ് ആണ്. ഇത് ആക്ച്വലി ബൗൺസർ ക്വസ്റ്റ്യൻ ആണ്. ആണല്ലേ? നമുക്ക് ജോഗ്രഫിയിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ബൗൺസർ ആയിരിക്കും എപ്പോഴും. അതിപ്പോ ഓപ്ഷണൽ ആണെന്നുണ്ടെങ്കിലും GS ആണെന്നുണ്ടെങ്കിലും. കഴിഞ്ഞ തവണ ഫോർട്സ് എന്ന് പറഞ്ഞൊരു സാധനം അതുപോലെ ബൗൺസർ. അത് ഫുജിവാര എഫക്ട് എന്ന് വെച്ചാൽ ആക്ച്വലി ഈ ബൗൺസർ ക്വസ്റ്റ്യൻസ് നമുക്ക് കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ട് വരുന്നത്. ഈ നവംബർ 2025 നമുക്ക് ഈ ബേ ഓഫ് ബംഗാളിൽ ഫുജിവാര എഫക്ട് ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ 2 ട്രോപ്പിക്കൽ സൈക്ലോൺസ് തമ്മിലൊരു ഇന്ററാക്ഷൻ ആണ്. ആക്ച്വലി ഒരു സെൻട്രൽ പോയിന്റിൽ റിലേറ്റഡ് ആയിട്ട് അതൊന്ന് കറങ്ങുന്നു. ചില സമയത്ത് ആ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ വീക്കർ ആയിട്ടുള്ളതിനെ ചിലപ്പോൾ വലിച്ചെടുക്കും. അപ്പൊ ഒരു ഡയറക്ഷൻ ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. സോ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എഫക്ട് ആണ് വരാൻ സാധ്യത. അപ്പൊ അതുകൊണ്ടാണ് ഫിജിവാര ചോദിച്ചേക്കുന്നത്. കറണ്ട് അഫയേഴ്സിൽ ബേ ഓഫ് ബംഗാൾ ഉള്ളതുകൊണ്ട്. പിന്നെ തുന്ദ്ര റീജിയൻസ്, നമുക്ക് ക്ലൈമറ്റോളജിയിൽ നമ്മൾ ക്ലൈമാറ്റിക് റീജിയൻസ് പഠിക്കും. നമ്മള് അത് ക്ലിംസിനാണെന്നുണ്ടെങ്കിലും ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു ഏരിയ ആണ് ക്ലൈമാറ്റിക് ഡിവിഷൻസ് ഓഫ് വേൾഡ്. ദെൻ ഏവിലിയം പ്രോസസ്. ഇപ്പോൾ ആക്ച്വലി ജിയോമോർഫോളജിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അത് ചിലപ്പോൾ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസിനെ കുറിച്ചായിരിക്കാം, ഏവിലിയൻ ലാൻഡ് ഫോംസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസിനെ കുറിച്ച് ഫ്രീക്വന്റ് ചോദിക്കുന്ന ഒരു തീമാണ്. നമ്മളത് പക്ഷേ ആക്ച്വലി വിട്ടുകളയുന്ന ടീം കൂടിയാണ്. ആക്ച്വലി ഇൻഡെപ്തിൽ പഠിക്കാത്ത ഒരു ടീമാണ്. ഇവിടുന്ന് ആക്ച്വലി ചോദിക്കുന്നുണ്ട്, അത് ജനറലി ചോദിക്കാനുള്ള. പിന്നെ വാട്ടർ റിസോഴ്സ്. വാട്ടർ എന്ന് പറയുന്നത് GS പേപ്പർ 1 അതിപ്പോ ഗ്രൗണ്ട് വാട്ടർ ആയിരിക്കാം, ചിലപ്പോൾ സർഫസ് വാട്ടർ ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാറുണ്ട്. സോ എക്സ്പെക്ട് ചെയ്തേക്കുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇപ്പൊ സൊസൈറ്റിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിസം, റീജിയണലിസം, ഇത് ആക്ച്വലി സ്റ്റാറ്റിക് ആയിട്ട് പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് അതെ. പിന്നെ അണ്ടർസ്റ്റാൻഡ് ഡിസബിലിറ്റി ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇൻക്ലൂസീവ് പോളിസി, അതൊക്കെ ഇപ്പോൾ GS പേപ്പറിൽ 1ത്തെ ഒരു സൊസൈറ്റി ആംഗിളിൽ തന്നെ എഴുതണം നിർബന്ധമില്ല. എഴുതണം, ആ ഒരു രീതിയിൽ തന്നെ എഴുതണം. പക്ഷെ പോയിന്റ്സ് നമുക്ക് മറ്റ് GS പേപ്പർ 3 വേണമെങ്കിൽ നമുക്ക് എടുത്ത് പോയിന്റ് ആക്കിയിടാം. അതുപോലെ 10ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, ഡിജിറ്റൽ ടെക്നോളജി പ്രൊമോട്ട് സോഷ്യൽ എംപവർമെന്റ്. അതായത് നമുക്ക് ഇതുപോലെ സിമിലർ ക്വസ്റ്റ്യൻ ആയിട്ടും കൂടി വരുന്നുണ്ട്. ടെക്നോളജി എങ്ങനെയാണ് അഗ്രികൾച്ചർ മേഖലയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ചോദിക്കുന്നത്. നമുക്ക് ഈ ടെക്നോളജിയുടെ ഹെൽപ്പ് ഒക്കെ നമ്മൾ GS 3 സയൻസ് ആൻഡ് ടെക്കിൽ നമ്മൾ ആക്ച്വലി പറയുന്നത്. അതിൽ അഗ്രികൾച്ചറിന് ചോദിക്കാറുണ്ട്. അതുപോലെ സിമിലർ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ വിജയനഗര എംപയർ വന്നിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നമ്മളോട് പറയുന്നത് എന്താണ്, എമാൽഗമേഷൻ ഓഫ് പാസ്റ്റ് ട്രഡീഷൻസ് വിത്ത് കണ്ടംപററി പ്രാക്ടീസസ് ആണ്. അപ്പൊ ഈ ആർക്കിടെക്ചറിന്റെ ഈ റെമിനിസൻസ് ഇപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടംപററി സ്റ്റൈലിലേക്ക് നമ്മൾ എത്രത്തോളം അഡാപ്റ്റ് ചെയ്യുന്ന ചോദിക്കുന്നത്. അപ്പൊ എംപയറിന്റെ ആർക്കിടെക്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിൽ യൂഷ്വലി ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ, ഈ 3 പില്ലേഴ്സ് എന്നാണ് വരിക. അപ്പൊ ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചർ ആണ്. അപ്പോൾ വിജയനഗര ആർക്കിടെക്ചറിന്റെ ഫീച്ചേഴ്സും അതിന്റെ
എന്താ ഏതൊക്കെ രീതിയിൽ പുതിയ കൺസ്ട്രക്ഷൻസിൽ എത്രത്തോളം ആർക്കിടെക്ചറിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾസ് വെച്ച് കോട്ട് ചെയ്യേണ്ടി വരും. അതെ അതെ അപ്പൊ അത് തന്നെയാ ആർട്ട് ആൻഡ് കൾച്ചറിൽ മോസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ തന്നെയാണ് വിജയനഗര. ഓക്കെ, അത് പ്രൈം ഏരിയ ആണ്. അപ്പൊ അതും പ്രിലിംസിന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. അതെ 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 അതെ. ഒരു കല്യാണ മണ്ഡപ സ്ട്രക്ചർ ഏത് ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് വിജയനഗരന്റെ ഇതായിരുന്നു. അപ്പൊ അതും ചോദിച്ചതാണ്. അപ്പോൾ അവർക്ക് ഫേവറേറ്റ് ഏരിയ ആണ് വിജയനഗരം. അപ്പൊ അത് തന്നെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതും ഈസി ആയിരിക്കും കമ്പാരിറ്റീവ്ലി. ഓക്കെ, പിന്നെ അടുത്ത പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഡ്രിവൺ ബൈ പോപ്പുലർ പ്രഷർ ഫ്രം ബിലോ. സോ ഇപ്പൊ എന്താണ് കമന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒബിയസ്ലി അതൊരു പോപ്പുലർ പ്രഷർ ആയിരുന്നു. ഇപ്പൊ 1920 സെഷനിൽ തന്നെ കോൺഗ്രസ് അനുകൂലിച്ചൊരു കാര്യമാണ് ലിംഗ്വിസ്റ്റിക്, പ്രൊവിൻഷ്യൽ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇത് സംഭവം. ഓക്കെ, അപ്പൊ അതിന്റെ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷനിൽ വരുന്ന കമ്മീഷൻസും എല്ലാം ഇൻവോൾവ് ചെയ്തിട്ട് എഴുതാം. വളരെ എളുപ്പമാണ്. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആണ്. ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷനും ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സും രണ്ട് പ്രൈം ഏരിയ ആണ്. അപ്പൊ അതിന് ഏതെങ്കിലും ഒന്ന് എപ്പോഴും ചോദിക്കുന്നുള്ളൊരു ആന്റിസിപ്പേഷനിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത ഇതേപോലെ എന്താണ്, ഒരു മോഡൽ ഓഫ് പ്ലാൻഡ് എക്കണോമി വാസ് അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ ടു അഡ്രസ് ദ റീജിയണൽ ഇംബാലൻസസ് ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ കൊളോണിയൽ റൂൾ. അപ്പോൾ അത് പ്ലാനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് പോളിസീസിന്റെയും ഒരു ബ്ലെൻഡ് വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ്, അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ടോപ്പിക്സ് ഒക്കെ, അത് എന്തുകൊണ്ടാണ് ഒരു മിക്സഡ് എക്കണോമി ചൂസ് ചെയ്തത്, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻ ആയിരുന്നെന്നുള്ള രീതിക്ക് ഒരു പാസ്റ്റ് റെഫറൻസിലാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പൊ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഹിസ്റ്ററി, കമ്പാരിറ്റീവ്ലി ഹിസ്റ്ററി, ആർട്ട് ഒക്കെ തന്നെ കുറച്ച് ആൻസറബിൾ ആയിട്ടുള്ള പറ്റാവുന്ന സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ GS, പിന്നെ അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ക്ലൈമറ്റോളജി അഗെയിൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ക്ലൈമറ്റോളജി ഒന്ന് ഫുജിവാര എഫക്ട് ചോദിച്ചു, കറണ്ട് അഫയേഴ്സ് ഇന്ന് ഇപ്പൊ തുന്ദ്ര റീജൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇപ്പൊ അടുത്ത വീണ്ടും ക്ലൈമറ്റോളജി എപ്പോഴും ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. ലൂ, ചിനൂക്ക്, ഫൊഹിയാൻ, അതായത് നമ്മള് ലോക്കൽ വിൻസ് ആണ്. ഇപ്പൊ ലൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്ട് ഉണ്ടാക്കുന്ന സമ്മർ സീസണിൽ വീശുന്ന ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലോക്കൽ വിൻഡാണ്. ഇപ്പൊ ഫൊഹിയാൻ ആണെന്നുണ്ടെങ്കിലും യൂറോപ്പിലെ ആൽപ്സില് ഒരു കാറ്റബാറ്റിക് വിൻഡ് എന്ന് പറയും നമ്മള്, ഈ ഡൗൺ സ്ലോപ്പിൽ വീശുന്ന വിൻഡാണ്. അപ്പൊ അതുപോലെ തന്നെ ചിനൂക്കിന്റെ പൊസിഷൻ മാത്രം വ്യത്യാസം. ഇപ്പം അമേരിക്കയില് റോക്കീസിലാണ് അത് വീശുന്നത്. നമ്മൾ സ്നോ ഈറ്റർ എന്നൊക്കെ പറയില്ല നമ്മള്. അപ്പൊ നമ്മൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കുന്ന കുറച്ച് കണ്ടന്റ് കുറച്ച് ഡെപ്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി റെഡി ആവും. പിന്നെ അനലൈസ് ദ റോൾ ഓഫ് സാറ്റലൈറ്റ് ബേസ്ഡ് ടെക്നോളജീസ് ആൻഡ് അച്ചീവിംഗ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ. ഇത് ആക്ച്വലി GS3. അപ്പൊ ഇത് ജോഗ്രഫിയിൽ ആക്ച്വലി മാറ്റി എഴുതണത്. ആക്ച്വലി അഗ്രികൾച്ചറിലോട്ടും സെക്യൂരിറ്റിയിലോട്ടും ഒക്കെ മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ 2025 തൊട്ടൊക്കെ ഒരു ഫിനോമിന നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് ഏത് GS പേപ്പറിൽ നിന്ന് ചോദ്യം വരുന്നത്. ഇപ്പൊ സിവിൽ സർവീസിനെ കുറിച്ചൊക്കെ 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് എത്തിക്സിലാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് സൊസൈറ്റി ബേസ്ഡ് ആയിട്ടാണോ ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടാണോ വന്നേക്കുന്നത്. ഈ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ GS എന്നുള്ള ഒരു ബൗണ്ടറി ഒന്നും നമുക്ക് ഇല്ല, ഇന്റർഡിസിപ്ലിനറി ആയി. ദെൻ ഗ്ലോബൽ ട്രേഡ് അറ്റ്ലാന്റിക് റീജിയനിൽ നിന്ന് ഇൻഡോ പസഫിക് റീജിയനിലോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി കറണ്ട് അഫയേഴ്സ് നമുക്ക് ഭയങ്കരമായിട്ട്. ഇപ്പോ US-ന്റെ ഒക്കെ ഇൻഡോ പസഫിക് റീജിയനിൽ നിന്നിട്ടുള്ള കുറച്ച് ഫോക്കസ് മാറുന്നുണ്ട്. അപ്പൊ ഇന്ത്യ കുറച്ച് ഫോക്കസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ചൈനയുടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് എഡിറ്റോറിയലൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒക്കെ ഒന്ന് വായിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആണ്. പിന്നെ ഡ്രൈവേഴ്സ് ഓഫ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് യൂസ് ചേഞ്ചസ്, സിമ്പിൾ. അത് ആക്ച്വലി ഒന്നും പറയാൻ സ്ഥിരം ചോദിക്കുന്ന ഏരിയാസ് ആണ്. പിന്നെ കാസ്റ്റ് ഡിസപ്പിയറിംഗ് ഇത് ആക്ച്വലി നമുക്ക് കാസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഭയങ്കര നമ്മൾ ഏത് ടെസ്റ്റ് സീരീസ് ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ കിടുന്ന ഒരു ക്വസ്റ്റൻ ആണ് ആക്ച്വലി കാസ്റ്റിന്റെ പ്രിവാലൻസ് ഇപ്പൊ ഉണ്ടോ സൊസൈറ്റിയിൽ, ഇപ്പൊ അത് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇതെപ്പോഴും ചോദിക്കുന്ന ഏരിയ ആണ്. എല്ലാ ടെസ്റ്റ് സീരീസും നമുക്ക് ഇടുന്നതാണ്. ദെൻ ചലഞ്ചസ് ഇൻ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ഇത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ സൊസൈറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് ഈ ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ടോട്ടലി ഒരു സർവേ, നമുക്ക് സെൻസസ് സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആക്ച്വലി ഏജിങ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ട്രെൻഡ് ആണ് കാണുന്നത്. അപ്പൊ അതിൽ കാണുന്ന സർവേ, അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത് തോന്നുന്നു. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഒക്കെ നമുക്ക് ഇപ്പൊ നിലവിലുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ നോക്കുമ്പോൾ ഇപ്പം കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പറയുന്ന വെച്ചാൽ 2050 2060 ഒക്കെ ആകുമ്പോഴത്തേനും ജപ്പാന്റെ ഒക്കെ സിറ്റുവേഷൻ ഇന്ത്യയിലും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ജപ്പാൻ എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആയി, പക്ഷെ നമ്മളിപ്പോഴും ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വരുന്ന ഒരു ഏജിലായിട്ടുള്ള പോപ്പുലേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ദെൻ ഗ്ലോബലൈസേഷൻ ഇന്ത്യൻ യൂത്തിലുള്ള എഫക്ട്, ഭയങ്കര സിലബസ് അതേപോലെ പിക്ക് ചെയ്തിട്ട് 2-3 ഏരിയാസ് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം ബുദ്ധിമുട്ടുള്ളത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ചലഞ്ചിങ് ഹിസ്റ്ററിയിലൊക്കെ കൂടുതലായിട്ട് ചിലപ്പോൾ
ഇൻഡപ്തിൽ അറിയാം മെക്കവലിയുടെ മിനി പോളിസി അത് ചിലപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുന്ന അറിയത്തില്ല. അതെ, അത് മോസ്റ്റ്ലി അത് എന്താ പറയുക ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. എഡ്യൂക്കേഷൻ റിഫോംസിൽ വരുന്ന നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ മോസ്റ്റ്ലി അത് ആൻസറബിൾ ആണ്. ഇതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. അതൊക്കെ ഇപ്പൊ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു 10 മാർക്കിന് പെട്ടെന്ന് എഴുതി വരുമ്പോൾ ഡയറക്റ്റ് ഈ ജോഗ്രഫിയിൽ ഇപ്പൊ ഇത് ചോദിച്ച പോലെ ഫിജിവേര എഫക്ട് ചോദിച്ച പോലെ ചിലപ്പോ എഴുതാൻ അറിയായിരിക്കും, പക്ഷെ ഇതിനെ കുറിച്ച് ഇൻഡെപ്തിൽ അറിയില്ല. ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം ജനറൽ ആയിട്ട് ചോദിക്കുന്ന ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ GS എന്നുള്ള GS1 GS2 എന്നുള്ള ബൗണ്ടറി ഒന്നും ഇല്ലാണ്ട് GS3 ഡിസിപ്ലിനറി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ വരുന്നുണ്ട്. അതാണ് ചോദിച്ചത്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഒരു ഈസി പേപ്പർ ആണ്, ഈസി ടു മോഡറേറ്റ് ലെവലാണ് പേപ്പറിന്റെ ഒരു പൾസ് എന്ന് പറയുന്നത്. ഓക്കെ.